ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 2026 വേണ്ടിയിട്ടുള്ള വിഷൻ ബോർഡ് തയ്യാറാക്കിയെടുത്താലോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡാണ്. ഇത് നോർമലി നമുക്ക് പ്രിൻറ്റിംഗ് മെത്തേഡ് എന്നൊക്കെ പറയാം. ഇതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്ന മെത്തേഡ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ടും എസ്തെറ്റിക് ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റിൽ കുറേ പിക്ചേഴ്സ് ഇങ്ങനെ കിട്ടും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളർ പ്രിൻറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു വിഷൻ ബോർഡ് ഞാൻ 2025 ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ തുടക്കത്തിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും എനിക്കത് അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് 2025 എന്ന് പറയുന്ന ഇയർ ഇഷ്ടമേ അല്ലാത്ത ഒരു ഇയറാണ്. എന്തോ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇയർ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരു ഇയറാണത്. അപ്പോൾ ആ ഇയർ പോലെ ആവരുത് എൻ്റെ 2026. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഒരു വിഷനോട് കൂടി തന്നെ ഞാൻ ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വിഷൻ ബോർഡ് ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞ വട്ടം അത് ചെയ്യാനും പറ്റും. എന്തായാലും 2025 തീരാറായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ തുടങ്ങാൻ പോകണം. അപ്പം എന്നെപ്പോലെ നിങ്ങൾക്കും 2025 ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാം, നമുക്ക് 2026 കുറച്ചുകൂടെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണം, നല്ല കുറച്ചുകൂടെ കളർഫുൾ ആക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ വിഷൻ ബോർഡൊക്കെ ചെയ്യുക. പിന്നെ ഇത് ചെയ്തു തുടങ്ങുമ്പം ഇതൊക്കെ നടക്കുമോ ഇല്ലയോ അങ്ങനെ രണ്ട് മനസ്സായിട്ട് ചെയ്യല്. നടക്കും എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുക, ഒരിക്കലും നെഗടിക്കരുത്. നിങ്ങൾക്ക് 2026 അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എല്ലാം വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എല്ലാം നമ്മൾ ഈ ഒരു വിഷൻ ബോർഡിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പേപ്പേഴ്സൊക്കെ നമുക്ക് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 2026 ഒരു കളർ പ്രിൻറ്റും കൂടെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. അതിനായിട്ട് പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്ലസ് ഐക്കൺ കാണുമല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കൊളാഷിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്ക്രീൻ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് റീമിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഇതിൽ നമ്മൾ കയറുമ്പോഴത്തേനും നമുക്ക് വിഷൻ ബോർഡിന് പറ്റിയിട്ടുള്ള ടെംപ്ലേറ്റ് കിട്ടും. നിങ്ങൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്താണ് ഇപ്പോൾ വിഷൻ ബോർഡ് ചെയ്യുന്നതെങ്കിൽ ക്യാൻവ, പിൻട്രസ്റ്റ് അങ്ങനെ കുറച്ച് ആപ്പിലൊക്കെ നമുക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് വിഷൻ ബോർഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ചൂസ് ചെയ്ത ടെംപ്ലേറ്റാണ് ഇത്. എന്നിട്ട് നമുക്കിത് റീമിക്സ് ചെയ്യാം. റീമിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇതിലൊരു പേജ് മാറ്റാൻ പോവുകയാണേ. അതിനായിട്ട് ഈ ഒരു പേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും റീപ്ലേസ് ഓപ്ഷൻ വരും. ആ റീപ്ലേസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വയ്ക്കാനുള്ള കോഡ്സ് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനൊരു കോഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആഡ് ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഈ ഒരു കോഡ്സ് എടുത്ത് വയ്ക്കാൻ പറ്റും, റീപ്ലേസ് ചെയ്ത് വയ്ക്കാൻ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് സൂം ഔട്ട് ചെയ്യണമെങ്കിൽ സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ആയാലും ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൊസിഷനിൽ അത് അറേഞ്ച് ചെയ്യാം. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ഇമേജും കൂടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ടെംപ്ലേറ്റ് വഴി നിങ്ങൾ വിഷൻ ബോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടൈമും സ്പെൻഡ് ആവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വിഷൻ ബോർഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ക്യാൻവയിലും വെറൈറ്റി ആയിട്ടുള്ള ടെംപ്ലേറ്റ് വഴി പെട്ടെന്ന് തന്നെ വിഷൻ ബോർഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ക്യാൻവയിലാവുമ്പോഴത്തേക്കും നമുക്ക് ഗാലറി വഴി റീപ്ലേസ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ ഇമേജ് ഗാലറി വഴി നമുക്ക് സെലക്ട് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലോട്ട് വരാം. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ടൈറ്റിൽ വരും. ഇതിൽ നിങ്ങൾ ടൈറ്റിൽ ചെയ്ത് സേവ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളെ പിൻട്രസ്റ്റ് പ്രൊഫൈലിൽ ഈ ഒരു വിഷൻ ബോർഡ് സേവ് ആയി. ഇനി നമുക്ക് തേർഡ് മെത്തേഡിലോട്ട് പോവാം. ഈ മെത്തേഡ് നമ്മൾ സെക്കൻഡ് മെത്തേഡ് ചെയ്ത പോലെ തന്നെ പിൻട്രസ്റ്റ് ആപ്പിൽ കയറി പ്ലസ് ഐക്കൺ ചെയ്ത് ഇങ്ങനത്തെ ഒരു പേജിലോട്ട് എത്തുക. അത് കഴിഞ്ഞിട്ട് ഈ പേജിലുള്ള പ്ലസ് ഐക്കൺ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സെർച്ച് ബാർ വരും. ആ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഇമേജ് ആണോ വേണ്ടത് ആ ഇമേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം സിമിലർ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടും. അതിന് നമ്മൾ എന്താ ഈ ഒരു പേജിലോട്ട് കൊണ്ടുവന്നിട്ട് ക്രോപ്പ് ചെയ്ത് നമുക്ക് ഇഷ്ടത്തിന് അത് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആ പേജിലോട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ നമുക്ക് വേണ്ട ഇമേജസ് പിന്നെയും പോയി സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ പേജിൽ തന്നെ കൊണ്ടുവച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഇതിൽ കോഡ്സ് ആയാലും എല്ലാം ഇതിൽ തന്നെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് താഴെ കളേഴ്സ് കാണും. ഈ കളേഴ്സ് ഏതെങ്കിലും ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇമേജ് ആയാലും പിക്ചേഴ്സ് ആയാലും ഇങ്ങനെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്തായാലും ഈ പേജിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചെയ്തെടുക്കാമേ. പിന്നെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക, ടൈറ്റിൽ ചെയ്യുക. പിന്നെ അത് നേരെ നിങ്ങളുടെ പിൻട്രസ്റ്റ് പ്രൊഫൈലിലോട്ട് സേവ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഫോണിൽ തന്നെയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിത് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മളിപ്പം ടെംപ്ലേറ്റ് വഴിയാണ് നിങ്ങൾ വിഷൻ ബോർഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ഒറ്റ പ്രിൻ്റായിട്ട് കളർ പ്രിൻറ്റ് ചെയ്യുക. കളർ പ്രിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രെയിമിൽ സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ കാർഡ്ബോർഡിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങളും 2026 വിഷൻ ബോർഡ് ചെയ്തിട്ട് ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.